ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ വൺ ഹാൻഡ് ടു ഹാൻഡ് നോ ഹാൻഡ്. യെസ് ഗൈസ്, അതാണ് ഇന്നത്തെ നമ്മളെ ചലഞ്ച്. നമ്മളപ്പോൾ ഇത് 3 റൗണ്ടായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ 3 ഫുഡ് ഐറ്റം വരും. നമ്മൾ 3 ബൗളിൽ 3 തുണ്ടിട്ട് എടുക്കും. ആർക്കാണ് വൺ ഹാൻഡ് കിട്ടുന്നത്, ടു ഹാൻഡ് കിട്ടുന്നത്, നോ ഹാൻഡ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കിന്ന് പുതിയതായിട്ട് ഒരു അതിഥിയുണ്ട്. അത് വേറെ ആരുമില്ല, നമ്മുടെ ഉമ്മയാണ്. നമ്മുടെ ഉമ്മ ഇന്ന് ചലഞ്ച് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ തിന്നാനുള്ള ചലഞ്ച് ആയതുകൊണ്ട് ഉമ്മ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫുഡ് ഐറ്റം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് വന്നത് പപ്സ് ആണ്. പപ്സ് നമുക്ക് ആർക്കാണ് വൺ ഹാൻഡ് കിട്ടുന്നത്, നോ ഹാൻഡ്, ടു ഹാൻഡ് കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ചീട്ടിൽ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഉമ്മ കുലുക്കിയിടും. അതിട്ട് നോക്കിയിട്ട് നമുക്ക് ആർക്കൊക്കെ ഏതാണ് കിട്ടുകയെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് എടുക്കല്ലേ, ഇട്ടിട്ട് എനിക്ക് ടു ഹാൻഡ് ആണ്. കാണിച്ചോ? വൺ ഹാൻഡ്, വൺ ഹാൻഡ്. ഓ ഭാഗ്യം, നിനക്ക് ഇങ്ങനെ ടു ഹാൻഡ് എന്നറിയായിരുന്നു. ഇതിലെന്തോ നീ ചെയ്യുന്നുണ്ടായിരുന്നു. ഇല്ല, അതുകൊണ്ട് അവിടെ നീ മടക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇല്ല, സത്യമായിട്ടില്ല. ഇങ്ങനെ നോക്കി അതെല്ലാത്തിലും അങ്ങനെ കീറിയിട്ടുണ്ട്. ഇല്ല, എന്റെ അങ്ങനെ കീറിയിട്ടില്ല. കേട്ടോ, ഇത് അവന്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ. ചാലഞ്ചിലൊക്കെ കടക്കാം. കഴിച്ചു തുടങ്ങട്ടെ. ഒരു മിനിറ്റ് മടക്കി മാറ്റി. ഇവൻ കള്ളനാണ്, കള്ളൻ. ഇവൻ എന്തോ അടയാളം അറിയാം. ഇവനാണത് മടക്കി. ഉമ്മാക്ക് ഏതാണ് കിട്ടിയത്? ഏത്? അച്ഛന് വൺ ഹാൻഡ്. എനിക്ക് ടു ഹാൻഡ് ആണ് കിട്ടിയത്. അപ്പം എനിക്ക് 2 കൈ കൊണ്ടെത്തില്ല. ഇവൾക്ക് 1 കൈ ഉണ്ട്. ഉമ്മാക്ക് കയ്യെ കൊണ്ടുള്ള ഭാഗമുണ്ട്. അതായത് കൈ ഇങ്ങനെ പുറകെ കെട്ടിയിട്ട് ഇങ്ങനെ മാത്രമേ കഴിക്കാവൂ. നോ ഹാൻഡ് കിട്ടിയവർ അങ്ങനെയാണ് കഴിക്കേണ്ടത്. ടു ഹാൻഡ് കിട്ടിയവർ 2 കൈ ഉണ്ട്. വൺ ഹാൻഡ് കിട്ടിയ ആൾ 1 കൈ ഉണ്ട്. വൺ ഹാൻഡും ടു ഹാൻഡും കുഴപ്പമില്ല. നോ ഹാൻഡ് കിട്ടിയ ആൾക്കാണ് പ്രശ്നം. അപ്പൊ നമുക്ക് കഴിയാം. സ്റ്റാർട്ട്. നമുക്ക് സെന്റർ ചെയ്താ കാണാൻ പറ്റൂല. ഇപ്പുറത്തോ? മറ്റു 2 കൈ ഉപയോഗിച്ചൂടാ. കഴിക്കുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു? മുട്ട അതിലിരുന്നു. നല്ല പപ്സ്, നല്ല അടിപൊളി പപ്സ്. അതേവരെ വേർപ്പായിരുന്നു. മനസ്സമാധാനമായിട്ട് കഴിച്ചോട്ടെ. നമുക്ക് തേന് ഇതിൽ നോ ഹാൻഡ് കിട്ടുന്ന ആൾക്കാണ് പണി. വൺ ഹാൻഡ് ടു ഹാൻഡ് പിന്നെ കുഴപ്പമില്ല. കടിക്കണ കാണണം. പാത്രത്തോടെ വിഴുങ്ങണം. ആദ്യം കഴിച്ച് തീർന്ന ആളാണ് ഇതില്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. അത് പറ്റില്ല. നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെയില്ല. നീ അത് തിന്ന് തീരെ പറഞ്ഞില്ലേ? ഡയലോഗ് വേണ്ട, തിന്ന്. ഞാൻ തിന്ന് തീരാറായി ഗൈസ്. അടുത്ത റൗണ്ടും കൂടി ഉമ്മാക്ക് നോ ഹാൻഡ് കിട്ടിയ ഉമ്മ ആത്മഹത്യ.
എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? മുക്കിലായ കൈ കൈക്ക് കിട്ടും. കൈ തൊട്ടൂടാ, കൈ തൊട്ടൂടാ. ആ അപ്പൊ ഈ റൗണ്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഉമ്മ മാക്സിമം പാവം കൈയില്ലാതെ പാവുകൊണ്ട് ഇത്രയും കടിച്ചിട്ടുണ്ട്. മുട്ട കടിക്കാൻ പറ്റിയില്ല, കുറച്ചേ കടിക്കാൻ പറ്റുള്ളൂ മുട്ട. അച്ചുവാണെങ്കിൽ ഇപ്പോഴും തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത ഫുഡ് ഐറ്റം എടുത്തിട്ട് വരാം. അപ്പം നമ്മളെ അടുത്ത ഫുഡ് ഐറ്റം ലെയ്സാണ്. ലെയ്സ് നമുക്കൊന്ന് ഉമ്മാക്ക് ഒന്ന് അച്ചുവിനൊന്ന് ഞാൻ വലുത് നോക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി കുളിക്കല്ലേ, സൗണ്ട് ഉണ്ടാക്കല്ലേ. ഇനി നമുക്ക് 1 ഹാൻഡാണ് 2 ഹാൻഡാണ് നോ ഹാൻഡാണ് ആർക്കാണ് പണി കിട്ടാൻ പോണേന്ന് നോക്കാം. പെട്ടോ ആരാണ് ഇറങ്ങാൻ? ഉമ്മ നേരത്തെ കിട്ടി, ഇനി അച്ചു കൂടി കിട്ടോ. ഞാൻ എടുത്തേരണോ? നേരത്തെ ഞാൻ കള്ളക്കളിയാണെന്ന് പറഞ്ഞു, ഇപ്പം ഞാൻ ലാസ്റ്റാണ് എടുത്തത്. ഉമ്മക്ക് വീണ്ടും നോ ഹാൻഡാണ്. എനിക്ക് 1 ഹാൻഡ് കുഴപ്പമില്ല. എനിക്ക് കണ്ട ഞാൻ കള്ളക്കളിയൊന്നുമില്ല. നേരത്തെ ഞാൻ ഇപ്രാവശ്യം ഞാൻ എല്ലാരും എടുത്തിട്ട് ലാസ്റ്റ് ആണ് എടുത്തത്. അതുകൊണ്ട് അല്ല 1 ഹാൻഡ് കിട്ടിയല്ലോ. പാവം ചാടിക്കേറി ഫസ്റ്റ് എടുത്തത്. അപ്പൊ കഴിച്ചോളാം. അതെങ്ങനെ ചുരുട്ടിയാ മതി, ഇങ്ങനെ ഇട്ടാ മതി. ഉമ്മക്ക് നോ ഹാൻഡ് കിട്ടിയതിന്റെ ഫസ്ട്രേഷനാണ്. നോ ഹാൻഡ് എന്ന് പറഞ്ഞാൽ കവറ് കടിച്ചു പൊട്ടിക്കണം. നോ ഹാൻഡ് എന്ന് പറഞ്ഞാൽ കവറൊക്കെ നമ്മൾ കടിച്ചു പൊട്ടിക്കണം. 1 ഹാൻഡ് എന്ന് പറയുമ്പോൾ 1 കൈ കൊണ്ട് കവർ പൊട്ടിക്കണം. 2 ഹാൻഡ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ നിൽക്കുന്നത് 2 കൈ കൊണ്ട് അപ്പൊ നമ്മൾ ലേസ് കഴിക്കാം. ഇല്ല പൊട്ടിച്ച് അങ്ങനെയില്ല, പൊട്ടിച്ച് വെച്ചിട്ടില്ല. പൊട്ടിച്ച് വെക്കാതെ കടിച്ച് പൊട്ടിക്കണം. ഞാൻ വേണമെങ്കിൽ പ്രഷറുള്ള ലേസ് തരാം. ഇത് കാറ്റ് കുറഞ്ഞ ലേസാണ്, നിങ്ങൾ കാറ്റുള്ള ലേസ് തരാം. കൈയില്ല ആ കടിച്ച് പൊട്ടിക്കണം. അതാണ് ഇവിടുത്തെ ചലഞ്ച്. അതാണ് 1 ഹാൻഡ് 2 ഹാൻഡ് നോ ഹാൻഡ്, അതാണ് ചലഞ്ച്. അപ്പൊ നിങ്ങൾക്ക് നോ ഹാൻഡാണ് കിട്ടിയത്. അപ്പൊ കൈയില്ലാതെ കടിച്ച് പൊട്ടിച്ച് കഴിക്കുക. ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് 1 ഹാൻഡാണ്, ഞാൻ 1 കൈ ഉണ്ട്. മൂക്കുണ്ടി ആ അങ്ങനെ തന്നെ. ആ അത് നമുക്കിത് കാണാം, നല്ല രസമുണ്ട്. ഇങ്ങനെ നോക്ക്, ട്രൈ ചെയ്യണതാ. നോക്ക് ഇതുപോലെ ആയിക്കോ. അങ്ങനെ കടിച്ചു പൊടിക്കാൻ പറ്റും. കൈ എടുക്കല്ലേ അച്ചോ, നീ കഴിക്കില്ലേ? എനിക്ക് കടിക്കാതെ പൊട്ടിക്കറിയോളൂ. ഞാൻ 1 കൈ കടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ഇല്ല, 1 കൈ എന്ന് പറഞ്ഞാൽ 1 കൈ പല്ല് എന്താണ് ഉപയോഗിക്കണത്? അങ്ങനെ ഉപയോഗിച്ചൂടാ. കയ്യേ ഇല്ല. അപ്പൊ എങ്ങനെ ഉപയോഗിച്ചൂടാ? അതില്ല ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ല അത് കുഴപ്പമില്ല. ട്രൈ ചെയ് പിന്നെ കിട്ടാത്തതിന്റെ ഫസ്റ്റ് മുഖം കൊണ്ട് അമർത്തിയാൽ ഈസി പോയി. അപ്പൊ അത് പൊട്ടുന്നാണ്. കൈ പറയവേ തിന്നു ഒറ്റ കണ്ണും തിന്നു. തമക്ക് തന്നെ അത് നടക്കും. നടക്കുവോ? എങ്ങനെ മനസ്സ് വരുന്നടി നിനക്ക്? നിന്റെ ഉമ്മ അപ്പുറത്ത് പട്ടി അടിക്കുന്ന കണക്ക് കടിച്ചോണ്ടിരുന്നിട്ട് ഇവിടെ 2 കൈയും വെച്ചിട്ട് തിന്നല്ലേ.
എനിക്കാണെങ്കിൽ പകുതി വേഗമെന്നെങ്കിലും പറയാം. ഒരു കൈ കൊണ്ടാണ് കടിച്ചെടുത്തോ? ആരെങ്കിലും ഒരാൾ തിന്ന് തീർന്നാലേ സമയമുള്ളൂ. പറ്റില്ലേ? തോറ്റോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഫുൾ പവർ എടുത്ത് ഇതാ വേണമെങ്കിൽ ഇതിന്ന് പറഞ്ഞാൽ കടിച്ചെടുക്കാം. അപ്പം ഉമ്മ ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല. കവറ് പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. അച്ചു കഴിച്ചു കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഇത്തിരി ബാക്കിയുണ്ട്. അപ്പം ഇത് ഈ ചലഞ്ച് ഈ റൗണ്ടിൽ ജയിച്ചിരിക്കുന്ന അച്ചു ആണ്. 2 റൗണ്ടിൽ ഉമ്മക്ക് നോ ഹാൻഡാണ് കിട്ടിയത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിൽ നോക്കാം. ഉമ്മക്ക് അടുത്ത റൗണ്ടിൽ നോക്കാം. അപ്പം നമ്മളെ അടുത്ത ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ പഴമാണ്. നമ്മളെ ഏത്തൻ പഴമാണ് നമ്മൾ അടുത്ത ഫുഡ് ഐറ്റം. ഇതിൽ നോ ഹാൻഡ് കിട്ടുന്ന ആൾ പെടും. 1 ഹാൻഡ് പിന്നെയും എങ്ങനെയെങ്കിലും കഴിക്കാം. പക്ഷെ നോ ഹാൻഡ് കിട്ടിയാൽ കഴിക്കാൻ പറ്റൂല. കടിച്ച് കിടക്കണം. ഉമ്മയാണ് ഇപ്രാവശ്യം തുണ്ടിടുന്നതെന്ന് പറഞ്ഞാൽ തുണ്ടൊക്കെ എടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ട്. കള്ളത്തനം ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഇടാൻ പോകണം. ആർക്കാണ് ഏതാണ് കിട്ടുന്നതെന്ന് നോക്കാം. 3, 2, 1 സ്റ്റാർട്ട്. എനിക്ക് ചെറിയ പഴം മതി. ചെറിയ പഴം നമ്മൾ ചാലഞ്ച് ഏറ്റെടുക്കണം. അപ്പൊ നമുക്ക് കഴിക്കാം. കൂടുതൽ സംസാരമില്ല. ഇത്ര ഹാൻഡ് ഉമ്മക്ക് 1 ഹാൻഡ് ആണ്. എനിക്ക് നോ ഹാൻഡ്. അശ്വിനി 2 ഹാൻഡ്. അശ്വിനാണ് ഏറ്റവും ലക്കുള്ളതെന്ന് തോന്നുന്നു. ആ പേപ്പറിലൊന്നും അടയാളം വെച്ചിട്ടുണ്ടെന്ന്. ഇവ ചാടി വീണത് എടുക്കാൻ തന്നെയാണ്. എന്റെ പേപ്പറായിരുന്നു അടിച്ചോണ്ട് പോയത്. എനിക്കാണ് 2 ഹാൻഡ്. മതി നീ ആദ്യം കഴിക്ക്. അപ്പം ഒരു ഹാൻഡ് ഉപയോഗിക്കാവൂ. ഒറ്റ കൈ തൊലിക്കണ എങ്ങനെ? പല്ല് വെച്ച് തൊലിക്കരുത്. പല്ല് വെച്ച് പറ്റില്ല. നിങ്ങളിങ്ങനെ വെള്ളം. ഓക്കെ അപ്പൊ റെഡി. അപ്പൊ നമുക്ക് കഴിക്കാം. കഴിഞ്ഞ ജന്മത്തിലെ കറക്റ്റ് ഈ എങ്ങനെ വന്ന് പെട്ടോ ഇവിടെ പഴമെടുത്തേക്ക് കൊണ്ട് വെച്ചില്ലോ. കുറച്ച് പയ്യത്തിനാ, കുറച്ച് കഷ്ടപ്പെടട്ടെ. പൊളിച്ചാ തിന്നു തുടങ്ങി. പയ്യ തിന്നാ ചെയ്യുമ്പോ ഇത് ഞാൻ എടുത്ത് മാറ്റാണോ? നിനക്ക് പ്രാന്താളടാ പന്നി. കഷ്ടപ്പെട്ട് തൊലിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ എന്ത് ആര് പഴത്തരി കഴിക്കുമ്പോഴുണ്ട്. സെക്കൻഡ് ആരാണെന്നാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. എന്നെ മനസ്സിലുള്ള തിന്ന് തീർന്നതാണെന്ന് നോക്കാം. സെക്കൻഡ് ഞാനാണ്.
തീർന്നിട്ടുണ്ട് ഇല്ല തറയിലൊന്നുമില്ല തീർന്നിട്ടുണ്ട് സെക്കൻഡ് ഞാൻ നോ ഹാൻഡ് കൊണ്ട് ഞാൻ കൊള്ളാം നല്ല കളി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ അടുത്ത കോമഡി വീഡിയോസ് ചലഞ്ച് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.